ഞാനൊരു തൊടുപുഴക്കാരനായിട്ട് പോലും ഇലുവിഴാപ്പൂച്ചറിൽ പല തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ആദ്യമായിട്ട് എൻ്റെ മേളിലേക്ക് കയറി വരും കേട്ടോ. അപ്പോൾ അതിരാവിലെ തന്നെ ഇലുവിഴാപ്പൂച്ചറിൽ വരുന്നത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. കുറേ നാളായിട്ട് നടക്കാത്തൊരാഗ്രഹമായിരുന്നു. കാരണം വെച്ചാൽ നമ്മളെല്ലാ പ്രാവശ്യം സൈക്കിളിലാണല്ലോ വരുന്നത്. സൈക്കിളിൽ വരുമ്പോഴത്തേനും കയറ്റമൊക്കെ ചവിട്ടി കയറി വരുമ്പോഴത്തേനും ലൈറ്റ് ആവും. ഇവിടെ വരുമ്പോഴത്തേനും സൂര്യനൊക്കെ ഉദിച്ച് നല്ല വെയിലായിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ഇന്ന് നമ്മൾ സൈക്കിളിന് വരാൻ വേണ്ടി ഇരുന്നതാണ്. സൈക്കിളിനല്ലാതെ ഈ വേഷാക്കണ്ട അറിയാം. ഞാനുണ്ട്, നമ്മുടെ റോമി ബ്രോ ഉണ്ട്. അപ്പോൾ സൈക്കിളിന് വരാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ബ്രോയ്ക്ക് ചെറിയൊരു എന്താ പറയുക ജലദോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ തന്നെ റൈഡ് ചെയ്ത് അതിനെ കൂടുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ബൈക്കിനാട്ടോ വന്നേക്കണേ. അപ്പം ഇലുവിഴാപ്പൂച്ചർ ഇപ്പോൾ സമയം 7 മണി 6:30 ആയപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് കയറി വന്നു. അടിപൊളിയാട്ടോ ഈ ഒരു സമയത്ത്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ഈ ഇൻട്രോ എടുക്കാനായിട്ട് കാറ്റില്ലാത്തൊരു സ്ഥലം നോക്കി ഇങ്ങനെ ഇതിൻ്റെ അത്തോടെ നടക്കുവാറുണ്ട്. അത്രയ്ക്ക് കാറ്റ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമ്മളെ പറത്തിക്കൊണ്ട് പോകാട്ടോ. നമുക്ക് നില ഉറപ്പിച്ച് പല സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല, അത്ര കാറ്റാട്ടോ. അപ്പോൾ ഇലുവിഴാപ്പൂഞ്ചിറയിലെ അധികം കാഴ്ചകളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ഇലുവിഴാപ്പൂഞ്ചിറയെ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് ആൾക്കാർ വരുന്ന കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ അതിരാവിലെ തന്നെ കയറി വന്നപ്പം ഒത്തിരി ആൾക്കാർ മേളിലുണ്ടായിരുന്നു. അതുമല്ല നമ്മൾ തന്നെ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒരു വീഡിയോ നമ്മളിവിടെ വന്ന് ഇലുവിഴാപ്പൂഞ്ചിറയെ വന്ന് വീഡിയോ ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഇലുവിഴാപ്പൂഞ്ചിറിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇവിടെ വരാനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇലുവിഴാപ്പൂഞ്ചിറയുടെ താഴെ ഒരു ഗുഹയുണ്ട്, മുനീർ ഗുഹ എന്ന് പറയും. അധികം പേർക്ക് അറിയില്ല, ഇവിടെ തന്നെ അധികം പേര് അങ്ങോട്ടൊക്കെ പോകുന്നൊരു സ്ഥലമല്ല. അപ്പോൾ അവിടെ ഒന്ന് പോകണം. ഞാനിതുവരെ ഇത്രയും കാലം ഇവിടെ ഇലുവിഴാപ്പൂഞ്ചിറ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഗുഹയിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കട്ടൻ കാപ്പി കുടിക്കാൻ നിർത്തി കേട്ടോ. ഇപ്പം ഇന്ന് ഇടദിവസം ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ക്രൗഡായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗുഹ വരുന്നത് നമ്മുടെ ഇലുവിഴാപ്പൂഞ്ചിറയുടെ അവിടെ നിന്ന് നേരെ താഴേക്ക് കിടക്കണ വഴി കുറച്ച് ദൂരം പോയാൽ കേട്ടോ. നമ്മുടെ ഇലുവിഴാപ്പൂഞ്ചിറ ചിറയില്ലേ, ചിറ കഴിഞ്ഞ് വീണ്ടും കുറേ പേരുടെ ഫ്രണ്ടിലേക്ക് പോകണേ. അപ്പോൾ നമുക്ക് മുനീർ ഗുഹയിലേക്ക് തിരിയേണ്ട വഴി ഇത് ഇവിടുന്ന് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഗുഹയിലേക്ക് പോകാനായിട്ട്. നമ്മുടെ ഇലുവിഴാപ്പൂഞ്ചിറ ഇവിടെ നിന്നാൽ കാണാം കേട്ടോ. അവിടെയാണ് ഇലുവിഴാപ്പൂഞ്ചിറ. ഇവിടുന്ന് കുറേ ദൂരം ഓഫ് റോഡ് കണ്ടോ, ആ വഴി അങ്ങ് നടന്നു പോകണം. കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു ചെറിയ പുഴയൊക്കെയാണ്, ചെറിയ തോടെ ക്രോസ് ചെയ്ത് പോകണം. നമ്മുടെ റോമി ബ്രോ ബൈക്ക് അവിടെ നിൽപ്പുണ്ട്. ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ട്, അടിപൊളിയാട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു കട്ട ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു, ഷിബിൻ. ഇന്നലെ വന്നാ അല്ലേ ഇലുവിഴാപ്പൂഞ്ചിറയില്ല? അപ്പോൾ നമ്മുടെ സുഹൃത്താണ്, എറണാകുളത്ത് ഇരുമ്പനത്തല്ലേ, ഇരുമ്പനം. ഗുഹയിലൊന്നുകൂടെ പോരുന്നുണ്ടോ? ഓക്കെ. അപ്പം ഞങ്ങളൊന്ന് പോയിട്ട് വരാം. കുറേ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടുന്നായിരുന്നേ? ഏറ്റുമാരുന്ന്. ഞങ്ങൾ തൊടുപുഴ അടുത്ത. അയ്യോ, തൊടുപുഴ. റോമി ബ്രോ സാഹസികമായിട്ട് ബൈക്ക് ഇതിൽ ഓടിച്ചിറക്കാൻ പോകട്ടോ. ആഴമൊന്നുമില്ല, പോരെ? അതെ. പൊളി. ഞങ്ങൾ പോയിട്ട് വരാം. ഇവിടെ വരെ ഏട്ടാ വണ്ടി പോവുള്ളൂ. ഇനി മേളിലേക്ക് ഇച്ചിരി റിസ്ക് അല്ലേ ഓടിച്ച് കയറ്റാൻ? ഇവിടെ വയ്ക്കാം അല്ലേ? വണ്ടിയുടെ വയ്ക്കാം, കണ്ടിട്ടിരിക്കട്ടെ. ആ ചേട്ടന്മാരവിടെ നൈസായിട്ട് എൻജോയ് ചെയ്യുവാണ്. ഒരു ഫുഡും വെള്ളവും എല്ലാ സംഗതികളും ഉണ്ടോ. ഒരു ഗുഹ കാണാനൊന്നും വന്നതല്ല. അവിടെ ഒരു അടിപൊളി പ്ലേസ് ഉണ്ട് കേട്ടോ. ആ ഒരു മുളങ്കാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആ തണലത്തൊക്കെ നിന്ന് തോടുണ്ടല്ലോ, തോടിൻ്റെ കരയിലൊക്കെ കയറി അവർ നൈസായിട്ട് എൻജോയ് ചെയ്യണം. അവർ പൊളിക്കട്ടെ. നമുക്ക് എന്തായാലും ഗുഹ പോയി കാണാം. നമ്മുടെ ഇലുവിഴാപ്പൂഞ്ചിറയുടെ അടിവാരം കേട്ടോ. അതുകൊണ്ട് ആ കാണുന്ന ഇലുവിഴാപ്പൂഞ്ചിറയുടെ ഭാഗമാണ്. അപ്പോൾ ഇവിടുന്നല്ലേ പോണേ? ഇവിടുന്നല്ലേ? ഈ വഴിയാണോ? അല്ലല്ല. കുറച്ച് ദൂരം ഒരു 300 മീറ്റർ ഫ്രണ്ടിലേക്ക് നടക്കാനാട്ടോ പറഞ്ഞേ. അപ്പോൾ നമ്മളിത് കയറി അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടേ ഉള്ളൂ. ഇവിടെ ആൾത്താമസം എന്നുള്ള ഏരിയ ഒന്നും അല്ല കേട്ടോ. ഇങ്ങനെ കുറേ വഴികൾ നമ്മൾ നടന്നു പോകുമ്പം ലെഫ്റ്റ് സൈഡിലേക്ക് കുറേ വഴികളൊക്കെ കാണാം കേട്ടോ, പല സ്ഥലത്തും. പക്ഷേ വീടുകളൊന്നുമില്ല കണ്ടോ. ഇലുവിഴാപ്പൂഞ്ചിറ ആ കാണുന്നതാണ്. കയറ്റമാണോ? അത് തന്നെ, ഈ ലെഫ്റ്റാ. ഇത് തന്നെ ബ്രോ. ഈറ്റ. ഇതാണ് ഇതിൻ്റെ ലാൻഡ് മാർക്ക് അല്ലേ? അതല്ലേ? അവിടെ എന്തെങ്കിലും ബോർഡ് വെച്ചിട്ടുണ്ടോ? സംഭവം ഇത് തന്നെയാണ്. മുനീർ ഗുഹ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദൂരം ആ കയറ്റം കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിരപ്പെത്തും, ഒരു നിരപ്പ് വഴി എത്തും കേട്ടോ. അപ്പോൾ അതേ ഇവിടെ ഈ കുറേ ഈറ്റക്കാടുണ്ട്, അതിന് താഴേക്ക് കിടക്കണ വഴി. അവിടെ മുനീർ ഗുഹ എന്നൊക്കെ
മരത്തേൽ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പോയാൽ വ്യൂ പോയിന്റ് ആയിരിക്കും. ആ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയാൽ ആ ഇവിടെ റിസോർട്ട് അടിക്കാം. ആ അത് വ്യൂ പോയിന്റ് ആട്ടോ. 5 സെന്റേ ഉള്ളൂ. ആ അത് മതി. അപ്പോൾ ഗുഹ കുറച്ച് താഴേക്ക് ഇറങ്ങി പോകണം. ആ നമ്മുടെ മലങ്കര ഡാം അടിപൊളിയായിട്ട് കാണാം. ഇലവിഴാപ്പൂഞ്ചിറ അവിടെ കേട്ടോ, മരത്തിൻ്റെ മേലെ കൊണ്ട് പ്ലോട്ട് ഫോർ സെയിൽ എന്ന് എഴുതിയേക്കണേ. മലങ്കര ഡാം, പിന്നെ അവിടെ ചെറിയൊരു മലയുണ്ട്, അത് പച്ചിലാങ്കുന്ന് മലയാണ്. അപ്പോൾ ഇതിലങ്ങ് കുറച്ച് ദൂരം ഇറങ്ങിപ്പോയാൽ മതിയായിരിക്കും. മരത്തേൽ ഉണ്ടോ ബോർഡ് വെച്ചാണേ, നല്ല തണുപ്പ് എൻ്റെ ഇതൊക്കെ കയറിയപ്പോൾ പോരെ. ആ മൊത്തം ഡാർക്കാണല്ലോ ബ്രോ. ഇത് എവിടെയാണെന്നൊക്കെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ നടന്നു പോകണം കേട്ടോ. വഴി തെളിഞ്ഞു കിടക്കണേണ്ട അറിയാം, എന്തോരം ഇറങ്ങി പോകണമെന്നറിയില്ല. AC-ക്കകത്ത് കയറിയൊരു ഫീലാണേ. മൊത്തം ഇരുട്ടായി. ആ ചീവീട്. ആ ബ്രോ ഇതാ ഗുഹ. ആ നമ്മളെത്തി. ഇതല്ലേ മുനീറ ഗുഹ. ആ ഇതല്ലേ എഴുതി വെച്ചിട്ടുണ്ട്. ആ ആ ആ വഴിയിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ ആയിട്ട് സ്ഥലം. ഓ ഇതിൻ്റെ അകത്തേക്ക് കൂരി കിട്ടാണല്ലോ. ഇതൊരു സ്മെല്ലുണ്ടകത്ത്. ഓ ഇതൊന്നും കാണത്തില്ല. ഇതെന്നറിയോ റിസ്ക്. ഇത് മണ്ണ്. അത് കണ്ടോ എൻ്റെ ഭിത്തി കണ്ടോ, അത് ഇടിഞ്ഞെങ്ങാനും പോകുന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. പക്ഷി അതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, വെള്ളം അരയ്ക്കുന്നുണ്ട്. ഓ ഇത് കുറേ ദൂരം അകത്തേക്കുണ്ട്. ഇത് ഒരു റൂം പോലെ അങ്ങനെ കിടക്കും കേട്ടോ. ഉണ്ട് ഇവിടെയൊക്കെ വെള്ളം. ഇറങ്ങി വേണ്ടോ? ആ 5 മീറ്റർ ദൂരം ഉണ്ടാവും, 5 മീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നേ. ചെറിയല്ലോ ഇതുണ്ടോ വെള്ളം. ഈ വെള്ളം എവിടുന്നാ വരുന്നേ? ആ ഓ ഇതൊരു വലിയൊരു റൂമാട്ടോ. വലിയൊരു റൂമിന്റെ അത്രയും വലിപ്പം വിസ്താരമുണ്ട്. കാണത്തുള്ളൂ. ആ ജീൻസൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ആഴമുണ്ട്. ഇതൊക്കെ ഇത് നമ്മുടെ തലയൊന്നും മുട്ടില്ല കേട്ടോ. ഒരു സുഖമായിട്ട് നടന്നു പോവാം. ഒന്നും കാണത്തില്ല. ഇത് മറ്റേ മണലാട്ടോ ബ്രോ. അടിയില് മണലാണേ. മണല, ചെളിയല്ല. ചെളിയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആഴം കാണലായിരിക്കും. ഇത് ഉറവ ഉറവ വെള്ളം വീഴുന്ന സൗണ്ടല്ലേ. ആ ഇതെങ്ങനെ ഇതിവിടെ ഉണ്ടായതല്ലേ? അതിൻ്റെ അകത്തൊക്കെ വേറെ പൊത്തുകളുണ്ട്. ആ വെള്ളം ഒഴുകി തന്നെ ഉണ്ടോ? ആ അവിടുന്ന് വരുന്നത്. ആ 5 മീറ്റർ കൂടുതലുണ്ട് നടന്നു വരാൻ. എൻ്റെ അമ്മ തവളയാണോ അതോ എന്തോ പക്ഷിയുടെ ഒക്കെ സൗണ്ട് വരുന്നുണ്ട്. എന്തൊക്കെ ആ പൊത്തുണ്ടോ? ആ അതിൻ്റെ ഇഷ്ടം പോലെ വവ്വാല എന്തൊക്കെയുണ്ട്. ആ അങ്ങോട്ട് കഷ്ടി ഒരാൾക്ക് ഇങ്ങനെ ശ്രമിച്ചാൽ കിടന്നു പോകാന്നേ ഉള്ളൂ. റിസ്ക് ഇറങ്ങി വരാൻ പാടായിരിക്കും. വെള്ളം ഒഴുകുന്നുണ്ടോ? അതുകൊണ്ടോ ഉറവാ ചൂരിട്ടാട്ടോ. ചൂരിട്ട് ഇത് പാറയല്ല, ഇത് മണ്ണ്. ഈ മണ്ണങ്ങ് ഇതെങ്ങാനും ഇടിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ കാര്യം തീരുമാനമായി. ചില സ്ട്രോങ്. ചെറിയ തവള ഇരിക്കുന്നുണ്ടോ? മറ്റേ ഈ തവളയെ പേടിയുള്ളവരൊക്കെ വരുവാണെങ്കിലേ ഇതെങ്ങനെ കേട്ടാ മതി. ആ മഴക്കാലത്ത് മിക്കവാറും വെള്ളം കൂടുതൽ. എന്തോ സ്മെല്ലല്ലേ. ചെളിയുണ്ട് അല്ലേ? ആ ചെളിയാ. താന്നു പോകുന്നില്ല. ഇത് കണ്ടോ ജീൻസ് നനഞ്ഞേക്കണേ. മുട്ടിൻ്റെ ഒപ്പം വെള്ളമുണ്ട് ചില ഭാഗത്തൊക്കെ. ഈ വെള്ളം ഒരിക്കലും പറ്റില്ല, ഇത് ഉറവയാണ്. അപ്പോൾ ഏത് വേനൽക്കാലത്ത് ഇവിടെ വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ഗുഹയുണ്ടെന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ആ ചെറിയ ഓപ്പണിങ് ഭയങ്കര ചെറുതാണ്. അതുകൊണ്ടോ ആ ഗുഹയുടെ ഒരു എൻട്രൻസ് കണ്ടോ, വളരെ ചെറിയൊരു
ഒരു പൊത്ത്, ചെറിയൊരു പൊത്ത് പോലെ കാണുന്നു. പക്ഷേ അതിൻ്റെ അകത്തേക്ക് വേറെ ഒരു ലോകം, ഒരു വിശാലമായ ഒരു ലോകമാട്ടോ അകത്തേക്ക്. കുറേ ദൂരം നമുക്കങ്ങ് നടന്നേയില്ല, മൊത്തം വെള്ളമാണ്. പിന്നെ ഭയങ്കര സ്മെല്ല് ഒക്കെയാണ്, ചെളിയൊന്നുമില്ല, മണലാണ്. അപ്പോൾ ഇപ്പം ഈ ഒരു ടൈമായിട്ട് പോലും എന്താ പറയുക സൗണ്ട് കേൾക്കണേ. ഈ മുനിയറ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ മറയൂരൊക്കെ ചെല്ലുമ്പം പണ്ട് മുനിമാർ താമസിച്ചിരുന്ന അതിനറിയും മുനിയറ എന്ന് പറയണത്. അതായത് കല്ല് വെച്ച് ഉണ്ടാക്കിയാണ്, ഇങ്ങനെ എത്ര 4 സൈഡും കല്ല് വെച്ചിട്ട് ഒരു മേളിൽ ഇങ്ങനെ വെച്ച് അവർ താമസിച്ചുകൊണ്ടിരുന്ന തപസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സംഭവമല്ലേ മുനിയറ എന്ന് പറഞ്ഞാൽ. നമ്മൾ മൂന്നാർ മറയൂറൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ എന്താണ് ഈ മുനിയറ ഗുഹ എന്ന് പേര് വരാനുള്ള കാരണം ആർക്കെങ്കിലും അറിയോ? എന്തെങ്കിലും ഐതിഹ്യമൊക്കെ ഉണ്ടായിരിക്കും ഈ ഗുഹയ്ക്ക്, അറിയില്ല. എന്തായാലും ഇവിടെ ആരും തപസ്സൊന്നും ചെയ്യാൻ വേണ്ടി ഉള്ള ആയിരിക്കില്ല. ഇത് നാച്ചുറലായിട്ടിവിടെ എങ്ങനെ ഉണ്ടായി വന്ന കേട്ടോ. അത് മണ്ണാണ്, മൺഭിത്തിയാണ്, നമ്മുടെ പാറയൊന്നുമില്ല. അതുകൊണ്ട് ചെറിയൊരു പേടി തോന്നുന്നു, എങ്ങാനും ഇടിഞ്ഞു പോന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വെട്ട് കൂട്ടോ. പക്ഷേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, സ്ട്രോങ് ആണ്. അല്ല ഈ വെട്ടുകലൊക്കെ പോലെ നല്ല സ്ട്രോങ് ആട്ടോ. അവിടെ അങ്ങനെയൊന്നും തലയിലൊന്നും ഇരിക്കില്ല. ഏതോ ഒരു ജ്വല്ലറിയുടെ പരസ്യം പോലെ പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ കടയാണെന്നുണ്ടല്ലോ, അകത്തെ വിശാലമായ ലോകം കേട്ടോ. അത്ര വിസ്തൃതമായി കിടക്കുന്ന ഒരു ഗുഹയാണ്. പക്ഷെ ഇതെങ്ങനെ, ഇത് നാച്ചുറലായിട്ട് ഉണ്ടായതാണോ അതുപോലെ പണിത് ചെത്തി വെച്ചേക്കണ പോലെയൊക്കെ കണ്ട് ഞാൻ തോന്നുന്നു, ഉണ്ടാക്കി, അതായത് മനുഷ്യൻ നിർമ്മിച്ചെടുത്തേക്കണ പോലെയൊക്കെ തോന്നിട്ട് അറിയില്ല. ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അറിയില്ല. ഞങ്ങളെ ഒരു 17 പേരോളം ഉണ്ട്. എല്ലാ ഏറ്റവും നീണ്ടൂര് ഞാൻ അതിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന കോട്ടയം ജില്ലക്കാരല്ലേ? അതായത് ഇതിന്റെ അകത്ത് നമ്മുടെ ഇവിടെയുള്ള വേദഗിരി, എനിക്കറിയാം, ഞാനവിടെ വന്നായിരുന്നു കഴിഞ്ഞ മാസം വേദഗിരിയില്. കാരണം വലിയൊരു ഗോഡൌൺ പോലത്തെ ഒരു ഫാക്ടറിയാണോ ഗോഡൌൺ ആണോ? അവിടെ ജോലി ചെയ്യുന്നവരാണോ? കേസ് കാലിത്തീറ്റ വേദഗിരി അവിടെ ജോലി ചെയ്യുന്നവരാണ്. ലോ റേഞ്ചിൽ നിന്ന് ഹയർ റേഞ്ചിലേക്കല്ലേ ഗുഹ? ഇത് എന്തല്ലേ അത് പുറമേ നോക്കിയാൽ ചെറിയൊരു സംഭവമാണല്ലോ, അകത്ത് വിശാലമായ. ശ്വാസം മുട്ടുന്നില്ല, ധൈര്യമായിട്ട് കയറിപ്പോക്കോ, തലേന്ന് മുട്ടില്ല. പോയിട്ട് വരാം. വെള്ളമുണ്ട് കേട്ടോ അകത്ത്, മുട്ടിനൊപ്പം വെള്ളമുണ്ട്. ഈ ഗുഹ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നാണ് അത്? എവിടെ നിന്നായാലും ഇലവിഴ പഞ്ചർ വന്നപ്പോ പറഞ്ഞ അങ്ങനെ അറിഞ്ഞാണോ? അകത്തും വെള്ളം പുറത്തും വെള്ളം. ആയിക്കോട്ടെ, കേറുന്നില്ലേ വന്നിട്ട്? ഇവിടെ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് കയറിക്കോ. ആണോ? ഓക്കെ, അപ്പൊ റിസ്ക് എടുക്കണ്ട. അത് പറഞ്ഞ റോമി. റോമി ഞാൻ തൊടുപുഴ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഗുഹയുടെ ഇവിടുന്ന് പരിപാടിയൊക്കെ മതിയാക്കി തിരിച്ചു പോകട്ടെ. അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ ഇലവിഴ പുഞ്ചിറ വന്നവരാണോ? അവിടെ പോയോ? ഈ ഗുഹ ഉണ്ടെന്ന് അറിയാറുണ്ടോ? അതെയോ? നിങ്ങൾ എവിടുന്ന വരുന്നേ? പിഴക്. പിഴക് ഇവിടെ തൊടുപുഴ റോഡില്. ഓക്കെ ഓക്കെ, അപ്പൊ നാട്ടുകാർ തന്നെ അല്ലേ? നൈസ് ഗുഹ, വേറെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ ഇലവിഴ പുഞ്ചിറ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് ആ ഗുഹയിലൊക്കെ ഒന്ന് കയറിയിട്ട് നോക്കും, കിടുക. ഇത് പാഷൻ പ്ലസ് TVSന്റെ സ്റ്റാർ സിറ്റി ഒക്കെ പുട്ടുപോലെ ആ ഓഫ് റോഡ് ഓടിച്ചു പോകണത് അല്ലേ അവർ അല്ലേ? പിന്നല്ല. അല്ല, ഞാൻ ആലോചിക്കുന്ന ഈ ഗുഹയ്ക്ക് മുനിയറ ഗുഹ എന്ന് പേരിടാനുള്ള കാരണം എന്തായിരിക്കും? മുനിയറ സാധാരണ ഞാൻ ആദ്യം പറഞ്ഞ ആ സംഭവം കേട്ടോ, ഈ മുനിമാർ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും മുനിമാർ താമസിക്കാൻ ചാൻസ് കുറവാണ്. ആ വെള്ളത്തിൻ്റെ അത് എങ്ങനെയല്ലേ, നീന്തി കളിക്കാൻ മാത്രം വെള്ളമുണ്ട്. ഇതിനൊരു ചരിത്രമൊക്കെ ഉണ്ടായിരിക്കും, ഐതിഹ്യമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ഒക്കെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ, ചരിത്രവും ഐതിഹ്യമൊക്കെ ആണല്ലോ. നമുക്ക് പറഞ്ഞാൽ ഉണ്ടേക്കാം. ഇലവിഴ പൂഞ്ചിറയിൽ വരുന്നവർ അവിടുന്ന് പൂഞ്ചിറയിൽ ഇറങ്ങിയിട്ട് ആ ഓഫ് റോഡ് ജീപ്പ് ഉണ്ടല്ലോ, അപ്പം ആ ജീപ്പിൽ അങ്ങോട്ടേക്ക് മുനിയറ ഗുഹയിലേക്ക് പോകുന്നു കേട്ടോ. പോരെ, ഇവിടെ വീടാണത്, ഒരു വഴി. അവിടെ വീടുണ്ടല്ലേ? അതിവിടെ ഇവിടെ ഇങ്ങനെ കുഞ്ഞ് സ്പോട്ടുണ്ട്. ഇതാ ചെറിയെന്ന് വരുന്ന വെള്ളമാണോ? അതല്ലാന്ന് തോന്നുന്നു. ഈ തോട് നൈസാ, ഇപ്പം വേസ്റ്റ് ഇട്ടേക്കുക ഫുഡിൻ്റെ ഒക്കെ. അടിപൊളി. തണുപ്പാണൊക്കെ വെള്ളത്തിന്. സാധാരണ നമ്മൾ ഇലവിഴ പൂഞ്ചിറ വന്നാൽ ആ വ്യൂ പോയിന്റ് കണ്ടിട്ട് തിരിച്ചു പോകുന്നതാണ് പതിവ്. പക്ഷെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളാണ് കേട്ടോ അതിൻ്റെ അകത്ത്.
ഒരു നൈസ് വെള്ളച്ചാട്ടം കാടിൻ്റെ അകത്ത്. ഇവിടെ കുളിക്കാനൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സോപ്പൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ഇത് കണ്ടോ, ഇത് ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതിന് യക്ഷിനകം എന്ന് പറയും. ഇവിടെ ഇതൊരു പൂവാണ്, ഒരു മരത്തിൻ്റെ പൂവാണേ. ഇത് അടർത്തിയിട്ട് നമ്മുടെ നഖത്തിൻ്റെ മേളിൽ വയ്ക്കും. ഇങ്ങനെ നഖം നീണ്ടിരിക്കുന്ന പോലെ വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് യക്ഷിയാന്നൊക്കെ പറയാറുണ്ട്. ഇത് ഒത്തിരി ദൂരം പോകാട്ടോ, കുറേ ദൂരം നമുക്ക് നടന്നു പോകാം ഈ തോട്ടിക്കൂടെ. അപ്പോൾ ഇതാട്ടോ ഞാൻ ആ പറഞ്ഞ യക്ഷിനഖത്തിൻ്റെ മരം. അത് ഇഷ്ടംപോലെ പൂ കൂടെ ചാടി കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, അതിൽ നിറച്ച് പൂവുണ്ട്. വലിയ മരം ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ, പൂത്ത് നിൽക്കണുണ്ടോ. അങ്ങനത്തെ മരം അത് നിറച്ച്. ആ അതെടുത്തു. എങ്ങനെ വെക്കുന്നത്? അല്ല, ഇതിങ്ങനെ ചെറിയ നമ്മുടെ തുപ്പലം പറ്റിയിട്ട് ഒട്ടിച്ചാൽ കാണിച്ചത്. ഇവിടെ വെച്ച് കട്ട് ചെയ്തേ, കുറച്ച് വെച്ച് കട്ട് ചെയ്യേ, ഒത്തിരി നീളത്തിൽ വേണ്ട. എന്നിട്ട് ഇതിങ്ങനെ അങ്ങനെ വെച്ചാൽ പൊട്ടിച്ച് വെച്ചാൽ മതി. അങ്ങനെ എല്ലാ നഖത്തിലൂടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, റെഡ് കളറിൽ. ചോരയൊക്കെ ചോരയൊക്കെ കുടിച്ചിട്ട് ചോര പറഞ്ഞിരിക്കുന്ന രീതിയിൽ കണ്ടോ. ഒട്ടിയിരിക്കത്തില്ലല്ലേ? ഒട്ടിരിക്കില്ല. അപ്പം അതൊക്കെ നൈസായിട്ട്. ബ്രോ യക്ഷിനകം കാണണോ? ഇതാണ് യക്ഷിനകം കണ്ടോ. അതെല്ലാം ഞാൻ ഒട്ടിച്ച് വെച്ചു. നൈസ്. കണ്ടോ ചോര കുടിച്ചിട്ട് ഇങ്ങനെ. കണ്ടോ ചെറുപ്പത്തിലെ ഓരോ പരിപാടികളെ നല്ല രസമുണ്ട് കാണാൻ. അതെ കണ്ടോ. ഈ പാറപ്പുറത്ത് പണ്ടത്തെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ ചെടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. കുരങ്ങമൈലാഞ്ചി, പണ്ടത്തെ കുരങ്ങമൈലാഞ്ചിയാണ്. ബ്രോ കുരങ്ങമൈലാഞ്ചി കണ്ടിട്ടുണ്ടോ? പോരെ, കുരങ്ങമൈലാഞ്ചി കാണിച്ചു തരാം. ആ ഇത് തന്നെ, ആ നിൽക്കണുണ്ടോ റംബൂട്ടാൻ പോലെ. റംബൂട്ടാനത്. ഇത് കാണിച്ചു തരാം, സംഭവം കാണിച്ചു തരാം. ഇത് മുള്ളുണ്ടോ? ആ ഇല്ല. ഇതെങ്ങനെ ഇത് പിടിച്ചേ ബ്രോ? അത് പോയി ആ മേളിലാണ്. അത് പറിക്കാൻ തന്നെ വഴിയുണ്ടോ? ആ തൂങ്ങി കിടക്കാം. നോക്കി ആ നോക്കണേ, ഇതൊരു കല്ലുവാഴ. അത് കാണിച്ചു തരാം. അത് പൊട്ടിച്ച് അടിച്ചു. അത് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തൊരു ചുമന്ന സാധനമുണ്ട്. ഇത് പല നാട്ടിൽ പല പേരുകളായിരിക്കും പറഞ്ഞത്. ഞങ്ങൾ ഇതിന് പേരായിരുന്നു പറയണം. ഒരു ചുമന്ന കായില്ല നോക്കി. ആ കായ എടുത്ത് നഖത്തെ തെച്ച് കാണിച്ചു തരാം. മൈലാഞ്ചി ഇട്ടവരിക്കും കണ്ടോ. കണ്ടോ പെയിന്റ് പൊട്ടുന്നുണ്ടല്ലേ. അത് പൊട്ടി അതിൻ്റെ ഉള്ളിലാണോ ചുമന്ന ഉള്ള കാ മൊത്തം? അതിൻ്റെ പുറമെ ഒരു കോട്ടിങ് പെയിന്റ്. അത് കണ്ടോ, നന്നായിട്ട് ഇട്ടാ. അത് നല്ല സ്മെല്ലല്ലേ നോക്കിയതിന്. നല്ല സ്മെല്ലുണ്ട്. പച്ച സ്മെല്ലാണേ ഉള്ളൂ. ആ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ കണ്ടോ മൊത്തം കളറാട്ടത്. അടിപൊളി. ചിത്രം പറയാം. പോകുന്നുണ്ടോ? കുരങ്ങമൈലാഞ്ചി ഒരു രക്ഷ കയ്യിലായ പോകാൻ കഴിയാ പോകുന്നുണ്ടല്ലേ. ആ ഒരു ഓറഞ്ച് കളർ വന്ന് അത് പോകത്തില്ലത്. അത് എടുക്കുമായിരിക്കും. ആയി നല്ല രസം. ചുമന്ന കളറിന്റെ പകരം ഇത് ഉപയോഗിച്ചാൽ മതി. അതെ അതെ. റോമി ബ്രോ അവിടെ ഒരു വാളൊക്കെ എടുത്തട്ടോ. മൂർച്ചയുണ്ടോ ബ്രോ? ബാഹുലിന്റെ വെള്ള നൈസ്. അപ്പം ഇവിടുത്തെ പരിപാടിയൊക്കെ മതിയാക്കി തിരിച്ചു പോവാണേ. അപ്പോൾ നമ്മുടെ അടുത്ത് സൈക്ലിംഗ് വീഡിയോസൊക്കെ ചെയ്യാത്ത എന്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൈക്ലിംഗ് വീഡിയോസൊക്കെ ഇപ്പോൾ നമ്മളിന്ന് സൈക്കിളിൽ വരാനിരുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ മുതൽ കളറാക്കാം കേട്ടോ. സൈക്കിളിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ പോകണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണേ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.